പെരുമാരിക്കടവോരം കുടനീർത്തും പെണ്ണാളെ കരിനീല കണ്ണിലിത്തിരി സുറുമ വരച്ചൂടെ ഇടിമിന്നൽ കാറ്റോരം ചിരിനീർത്തും കണ്ണാളെ ഇടനെഞ്ചിൽ നീ എനിക്കൊരു ബഹറ് നിറച്ചൂടെ കൽവില് കത്തുന്നേ കണ്ണില് കൊത്തുന്നേ എന്റെ സ്വർഗം നീയല്ലേ. പണ്ടത്തെ സ്റ്റൈല് പാട്ടുകൾ തന്നെ പാടുക, അതുപോലെ അധികം ഈ ചുരുക്കി പറഞ്ഞാൽ മുത്തും പൊന്നും ഇതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളതുകൊണ്ട് ഒരു 2 വർഷത്തെ ബ്രേക്ക് എടുത്തു. ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ക്യാമറ എടുക്കുക, ജസ്റ്റ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ഷൂട്ടിംഗ് കാണുന്നതുകൊണ്ട് ഡയറക്ടറാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ കുറേ ചാനലുകളുണ്ട്. പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ പാട്ട് പാടുമ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ കളിയാക്കാൻ ചെയ്യും. വിമർശനം ക്രിയാത്മകമാണെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളുക വേണം. പാട്ട് പോലെ ആൽബം പോലെ അന്ന് CD-ലൊക്കെ ഇറക്കിയ സമയത്ത് എന്നോട് ഞാൻ പള്ളിയിൽ പോയ സമയത്ത് ഒരു ദിവസം പറഞ്ഞു, പള്ളിയിലൊന്നും കയറാൻ പാടില്ല, ആൽബത്തിലൊക്കെ അഭിനയിച്ചാൽ പള്ളിക്ക് പുറത്താണ്, മഹലിന്ന് പുറത്താക്കുന്നൊക്കെ പറഞ്ഞ ടീംസ് വരെയുണ്ട്. പള്ളിയിൽ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓർത്തഡോക്സുകാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അത്ഭുതം എനിക്ക് തോന്നുന്നു. ഒരു 5 വർഷം മുമ്പ് പോലും ഒരു കല്യാണാലോചന പോലൊരു സംഭവം വന്നപ്പോൾ പാട്ടുകാരനാണെന്ന് പറഞ്ഞപ്പം അത് പറ്റൂല എന്ന് പറഞ്ഞു. എൻ്റെ പേരിലൊരു ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളത് എനിക്ക് ജീവിതത്തിൽ നമുക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം ഉമ്മ എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ട് ആ വണ്ടി സ്റ്റേഷൻ മുഖാന്തരം എടുത്തു. അപ്പം ഞാൻ അവിടെ പോയി, ഉമ്മനെ കാണാൻ പോയി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മാസം മുമ്പ് ഞാൻ അവരെ കാണാൻ പോയി. കാണാൻ പോയ സമയത്ത് ഉമ്മൻ്റെ ഉമ്മയാണ് വീടിൻ്റെ പുറത്തേക്ക് വന്നത്. അവർ എന്നെ കാണാൻ എനിക്ക് അവിടെ ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നൊക്കെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സിഗ്നേച്ചർ എന്ന ഈ പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. കലയിലും സാഹിത്യത്തിലും പാട്ടിലും തൻ്റേതായ ഒരിടം കണ്ടെത്തിയ ഒട്ടേറെ പ്രതിഭകളെ കലാകൈരളിക്ക് പരിചയപ്പെടുത്തിയ സിഗ്നേച്ചർ എന്ന പരിപാടിയിൽ ഇന്ന് വേറിട്ട ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് തൻ്റേതായ ഒരു വഴി കണ്ടെത്തി ജനങ്ങളുടെ മനസ്സിലേക്ക്, ഇന്നത്തെ യുവതലമുറയുടെ മനസ്സിലേക്ക് സംഗീതത്തിൻ്റെ പൂമഴ പെയ്യിച്ച അജ്മൽ ചാലിയത്തിന് സിഗ്നേച്ചർ എന്ന പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. എന്ത് പറയുന്നു അജ്മൽ? സുഖമായിട്ടിരിക്കുക. അജ്മൽ ചാലിയം എന്ന് പറഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്നൊരു നാടാണ് ചാലിയം. ടിപ്പു സുൽത്താൻ്റെയും അതുപോലെ തന്നെ സാമൂതിരിയുടെയും കുഞ്ഞാലിമരക്കാരൻ്റെയും ഒക്കെ പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ഇതിലെ വലിയൊരു സമരം നടത്തിയ നാടാണ് അല്ലേ ചാലിയം. അപ്പോൾ ചാലിയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കൊരു മനസ്സിലൊരു ഒരു 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 പോരാട്ട വീര്യത്തിൻ്റെ ഇത് ഓർമ്മ വരും. നീ ചാലിയത്താണോ ഇപ്പം ജീവിക്കുന്നത് അല്ലെങ്കിൽ വേറെ? ഞാൻ ചാലിയത്തായിരുന്നു. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഞാൻ ഇവിടെ വയനാട് മാനന്തവാടിയിലാണ്. എന്നാലും പേരിനോടൊപ്പം ചാലിയ ഉണ്ടല്ലോ. അതൊരു സംഭവം തന്നെ. അത് അവിടെ നമ്മൾ അത്രയും വർഷം അവിടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു അവാർഡായിട്ട്. അല്ല, അത് നല്ല നല്ല ഒരു നാടാണ്. ചരിത്ര ശേഷിപ്പുകളിൽ എന്നും പറഞ്ഞു കേൾക്കുന്നൊരു നാടാണ് ചാലിയം. തീർച്ചയായിട്ടും. അജ്മലിൻ്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാപ്പിളപ്പാട്ടല്ലാത്തൊരു പാട്ട്. അതെ തീർച്ചയായിട്ടും. മാപ്പിളപ്പാട്ട് മാത്രമോ പാട്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. അങ്ങനെ ഒരു പാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇത്രയും അധികം ഒരു പോപ്പുലർ ആവാൻ കഴിഞ്ഞതിൽ തന്നെ ഞാൻ ആദ്യമായി അജ്മലിനെ അഭിനന്ദിക്കുകയാണ്. അതൊരു ഒരു 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 സബരിയാണ് ഇന്നത്തെ യുവതലമുറയിലെ. പിന്നെ ഞാനിപ്പോൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ നല്ല വ്യൂവേഴ്സ് ഉണ്ട് പിന്നെ അജ്മലിൻ്റെ പാട്ടിന്. ഇല്ലേ? ഉണ്ടല്ലോ. അപ്പം ഞാനത് ശ്രദ്ധിച്ചു. അപ്പം അതുകൊണ്ട് പിന്നെ അജ്മലിൻ്റെ പാട്ട് വിശേഷങ്ങളൊന്ന് നമ്മൾക്ക് പിന്നെ സഹൃദയർക്കൊന്ന് പങ്കുവെക്കണം. പാട്ട് വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മുജാഹിദ് മദ്രസിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നബിദിന പരിപാടികൾക്കോ അല്ലെങ്കിൽ അത്തരം ഒരു സ്റ്റേജോ കാര്യങ്ങളോ എനിക്ക് അവതരിപ്പിക്കാൻ കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ സ്കൂളുകളിലായാലും നമ്മളങ്ങനെ മത്സരങ്ങൾ, സ്കൂളുകൾക്ക് 1-2 ഇംഗ്ലീഷ് നാടകങ്ങൾക്ക് ഞാൻ അഭിനയിച്ചു എന്നല്ലാതെ ഒരു പാട്ട് ഗായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ പരിചയമില്ല. ഒരു +2+1 സമയത്താണ് എനിക്കൊരു അവസരം വരുന്നത് ഒരു പാട്ടിൽ ജസ്റ്റ് അഭിനയിക്കാൻ വേണ്ടി. അപ്പോൾ അത് അന്നത്തെ സാഹചര്യങ്ങൾ വളരെ ദാരിദ്ര്യം, കഷ്ടപ്പാടൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഞാൻ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡാണ്. അപ്പോൾ ഞാൻ ഉമ്മൻ്റെ കൂടെ ആയിരുന്നു ആ സമയത്ത് താമസം. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ ചെറുപ്പം മുതലേ ചെറിയ കൈത്തൊഴിലുകളൊക്കെ ചെയ്തിട്ട് നമ്മളെ ക്യാഷ് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ജീവിതത്തിന്റെ വലിയൊരു പരിക്കൻ മുഖങ്ങൾ കാണേണ്ടി വന്നു. അതെ തീർച്ചയായിട്ടും. അപ്പം
അതുകൊണ്ട് കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഉമ്മന്റെ കൂടാണ് വളരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാളെ കൂടെ വളരുമ്പോൾ മറ്റൊരാളെ അവർ കുറ്റപ്പെടുത്തിയിട്ട് പിന്നെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ അതെ അത് കേട്ടാൽ നമ്മൾ വളരും. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ നമുക്ക് ഇപ്പം യുക്തി വന്നു, നമ്മൾ ഇപ്പം ഏജ് വന്നു, ഇപ്പൊ നമുക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റ്, നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഫാദറിന്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. നമ്മൾ അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ചെറിയൊരു 30 സെക്കൻഡ് ഒരു വീഡിയോയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ആണ് പിന്നെ ഇതിലേക്ക് ആ ലിപ്പ് സീനിൽ ചെയ്ത സമയത്ത് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു വോയിസ് കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പയ്യെ CD ഉള്ള സമയത്ത് ഇങ്ങനെ SMS വിഷ്വലിലൊക്കെ 1-2 ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബായി. അപ്പോൾ പിന്നെയാണ് യൂട്യൂബൊക്കെ അതിന് ശേഷമാണ് നമ്മളൊന്ന് പോപ്പുലറായിട്ട് ഇങ്ങനെ വരാം. ഈ പാട്ടിനോടുള്ള താല്പര്യം ആദ്യം ഇല്ലാതെ ഒരു പാട്ടുകാരൻ പെട്ടെന്നാവില്ലോ. ഇല്ല, പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഞാൻ പാട്ട് പാടുമ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ കളിയാക്കുക ചെയ്യാം. ഇത് ഒരു ചെണ്ട ശബ്ദം എന്നൊക്കെ അവർ പറയാം. ഭയങ്കരമായിട്ട് എൻ്റെ ഉമ്മൻ്റെ ഉമ്മുണ്ട്, അവരൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കും. പക്ഷെ ആ ഒരു കളിയാക്കൽ ഉമ്മൻ്റെ അനുജത്തിണ്ട് റഷീദ എന്ന് പറയുള്ളൂ, അവരൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ അജി എന്നാണ് അവർ വിളിക്കുക. അപ്പോൾ അവർ പറയാം അജി ഇത് നന്നായിട്ടുണ്ട്, ഇപ്പൊ പാടിയത് കൊള്ളാന്ന് പറയും. അങ്ങനെ അവരെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഗ്രോത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ചാലി ഉമ്പിച്ചാജി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഹ്യൂമാനിറ്റീസ് കോഴ്സ്. അപ്പോൾ അതിൽ നൗഷാദ് അതുപോലെ തന്നെ മുഹമ്മദ് അലി സാർ, ഈ 2 അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഒക്കെ പ്രചോദനം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഇത് എവിടെയെങ്കിലും 4 ആളുകളുടെ ഇടയിൽ ഒരു പാട്ട് പാടിയാൽ ആളുകൾ കൈയടിക്കുന്നുള്ളത് നമ്മളെ കൂട്ടുകാർ കൈയടിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ പാടുമ്പോൾ നമുക്ക് ഇതിന്റെ ശ്രുതിയോ രാഗമോ താളങ്ങളോ ഒന്നും അറിയില്ല. അതെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇമ്പ്രൂവ് ആയി പാടാൻ പറ്റിയതൊക്കെ. അങ്ങനെയാണ് പിന്നെ പറ്റിയത്. സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടായി. സുഹൃത്തുക്കൾ അന്ന് പഠിച്ച നമ്മുടെ കൂടെ +2 ആ ഒരു ഹൈസ്കൂളിൽ പഠിച്ച എല്ലാ ഫ്രണ്ട്സുകളും കട്ട സപ്പോർട്ടായിരുന്നു. നമ്മൾ എന്ത് പാടി കഴിഞ്ഞാലും അവര് ഉഷാറായെന്ന് പറഞ്ഞ് കൈയടിക്കും. സത്യം പറഞ്ഞാൽ അന്ന് നല്ല വോക്കലൊന്നുമല്ല, പക്ഷെ അവർ ആ ഒരു പ്രോത്സാഹനം ഭയങ്കരമായിരുന്നു. നമ്മളുടെ ചെറുപ്പത്തിലുള്ള ഒരു അങ്ങനെ പറഞ്ഞത് ഇപ്പൊ നീ എടുത്തു പറഞ്ഞത് മനസ്സിൽ ഇപ്പോഴും അതിന്റെ മുറിപാട് കിടക്കുന്നത് കൊണ്ടാ. തീർച്ചയായിട്ടും അല്ലേ? അതെ. മുറിപാട് കിടക്കും. അതെ. ചെറുപ്പത്തിൽ എന്ത് കിട്ടിയാലും അത് മനസ്സിൽ നിന്ന് നമ്മളെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടാവും. അതൊരു കല്ലിൽ കുത്തിവെച്ചതുപോലെ ഇരിക്കും. ഇല്ലേ? ആ ഒരു വാശിയാണ് നീ ഒരു പാട്ടുകാരനാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, വാശി തന്നെയാണ്. കാരണം ആളുകളൊക്കെ ഞാൻ യൂട്യൂബ് ഒക്കെ യൂട്യൂബിൻ്റെ ഈ സ്റ്റാർട്ടിങ് സമയത്ത് അന്ന് നമ്മളുടെ ഈ കീപാഡ് ഫോണാണ്, സ്മാർട്ട് ഫോണൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പാട്ട് പോലെ ആൽബം പോലെ അന്ന് CD-ലൊക്കെ ഇറക്കിയ സമയത്ത് എന്നോട് ഞാൻ പള്ളിയിൽ പോയ സമയത്ത് ഒരു ദിവസം പറഞ്ഞു പള്ളിയിലൊന്നും കയറാൻ പാടില്ല, ആൽബത്തിലൊക്കെ അഭിനയിച്ചാൽ പള്ളിക്ക് പുറത്താണ്, മഹലിന്ന് പുറത്താക്കുന്നൊക്കെ പറഞ്ഞ ടീംസ് വരെ ഉണ്ടായിരുന്നു. ചാലിയത്ത്. കാരണം ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഏരിയൻ്റെ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എടാ പ്രാന്താണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ പോലും ഉണ്ട്. ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് 2014-15 സമയത്തൊക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ ഭ്രാന്താണോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര മോശമാണ്. ഒരു ഡാൻസ് ഉള്ള ഒരു സോങ് ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ട് ഞാൻ എന്താ പറയുക കരുവന്തിരുത്തിയിലൊക്കെ പോകുന്ന സമയത്ത് ആ ഡാൻസ് ചെയ്തിട്ട് എന്നെ കളിയാക്കിയ ആൾക്കാർ വരെ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ എഴുതി വെച്ച ഇതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പൈസ ഇങ്ങോട്ട് വരുമാനം ഉണ്ടാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആ സമയത്ത് ഒരു താല്പര്യം തോന്നി, 4 ആളുകൾ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു പെർഫോമൻസ് 4 ആൾക്കാർ കാണണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഒരു 10-30 പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആളുകൾ അത് സപ്പോർട്ട്, പിന്നെ ഫസ്റ്റ് ഇതൊരു 4-5 വട്ടം കഴിഞ്ഞപ്പോൾ കുറേ സപ്പോർട്ടേഴ്സ് വന്നു. എന്നാലും എവിടെ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ മാർക്കറ്റ് അറിയാലോ, CD-യിൽ അന്ന് ഇവിടെ മില്ലേനിയോ കുറേ വലിയ ആൾക്കാരുള്ള സമയത്താണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്ത് അന്ന് ഇവിടെ എത്തൂല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചെറിയൊരു 1-2 വാർഡുകളിൽ അല്ലെങ്കിൽ ചെറിയൊരു പഞ്ചായത്തിൽ അറിയപ്പെടുന്ന രീതിയിലേ വന്നിട്ടുള്ളൂ. യൂട്യൂബിൽ എത്തിയതിന് ശേഷമാണ് നമ്മളുടെ അറിയപ്പെടാൻ തുടങ്ങിയത്, ഇതൊക്കെ മാറിയത്. ഈ 2014-15 പള്ളി കയറാൻ പറ്റൂല എന്ന് പറഞ്ഞ ഓർത്തഡോക്സുകാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അത്ഭുതം എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അവരുണ്ട്. ഞാൻ വരുന്ന കാലത്ത് 1970-കളിലാണ്. അന്ന് എന്നോട് പറഞ്ഞത് പള്ളി കയറാൻ പറ്റുള്ളൂ എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ വല്ലാതെ എതിർത്തിട്ടുണ്ട്. എതിർപ്പ് കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ടിൽ അഭിനയിച്ചപ്പോൾ പെൺകുട്ടീൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കും, ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുടുംബക്കാർ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ട് പെൺകുട്ടികളുടെ കൂടെ. ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും ഇപ്പം ഒരു 5 വർഷം മുമ്പ് പോലും ഒരു കല്യാണാലോചന പോലൊരു സംഭവം വന്നപ്പോൾ പാട്ടുകാരനാണെന്ന് പറഞ്ഞപ്പം അത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ഇപ്പോഴും അങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആളുകൾക്ക് ഇതിലെന്തോ തെറ്റായ ഒരു ധാരണയാണ്. അതിലെന്താ പറഞ്ഞത് സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു മാർഗം
ഇതുകൊണ്ട് കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം നമ്മളുടെ സമുദായത്തിൽ പ്രത്യേകിച്ചുണ്ട്. അതെ അതെ തീർച്ചയായും. സമുദായത്തിന് കുറ്റം പറയല്ല, അതെ സമുദായത്തിന്റെ ഒരു പ്രശ്നം തന്നെ സമുദായത്തിൽ ഉണ്ട്. ചില ആളുകൾ, അതെ ചില ആളുകൾക്ക് അതെ നമ്മുടെ സമുദായത്തിന് മറ്റം പറയാൻ പറ്റൂല. പക്ഷേ സമുദായം എന്ന് പറയുമ്പോൾ നമ്മളെ മലബാർ അങ്ങോട്ട് ആ പ്രശ്നമില്ല, അങ്ങോട്ട് ആ പ്രശ്നമൊന്നുമില്ല. ഇല്ല എങ്കിലും അങ്ങോട്ടും പ്രശ്നമുണ്ട്. പാട്ട് മാത്രം അതെ അല്ലെങ്കിൽ എഴുത്ത് മാത്രം. അതെ അതെ അപ്പോൾ ഒരു പെൺകുട്ടീനെ തരാൻ മടിക്കും. ശരിയാണ് അത് മാത്രമാണെങ്കിൽ. കാരണം പാട്ട് ഒരു സ്വപ്ന ജീവിതമാണ്. അതെ കിട്ടുമ്പോൾ കിട്ടും, കിട്ടാതെ ഇല്ല. അതെ അതൊരു നിത്യവരുമാനം അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ തരാൻ മടിക്കും. അതെ തീർച്ചയായിട്ടും. അപ്പം നീ പിന്നെ ഈ യൂട്യൂബ് സ്വന്തം ചാനലാണ്. സ്വന്തം ചാനൽ തുടങ്ങിയിട്ട് ആദ്യം ഹിറ്റായ പാട്ട് നമ്മൾ സൗഹൃദയൊന്ന് പാടി കൊടുക്കണ്ടേ? യൂട്യൂബിൽ ആദ്യം നമുക്ക് ഒരു മിഡിയിൽ എന്ന് പറഞ്ഞ ഒരു സോങ്ങാണ് അത്. കുളിർക്കാറ്റു വീശും നേരം നറുമണം പടരും നേരം, കുളിർക്കാറ്റു വീശും നേരം നറുമണം പടരും നേരം, അറിയാതെ കരയെ മുത്തും തിരയാണു ഞാൻ, കൊഞ്ചി കൊഞ്ചിയൻ കനവിനുള്ളിലെ കവിതയായി വന്നു നീ, നെഞ്ചിനുള്ളിലെ പാരിൻ മുകളിലെ എൻ്റെ വേഴാമ്പൽ നീ. അങ്ങനെയാണ് ആ ഒരു ഇത്. അത് സലീം പുളിക്കലാണ് ഇതിന്റെ DOP എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് എഴുതിയത് കാസർഗോഡുള്ള ഹനീഫ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ട്യൂൺ ചെയ്തതും അവൻ തന്നെയാണ്. ഹനീഫ ഇതാണ് കേറി ആദ്യം തന്നെ ഇതാണ് അജ്മൽ ചാലിയത്തിന് അറിയപ്പെടുന്ന തരത്തിലേക്ക് നമ്മളുടെ ഒരു ട്രേഡ് മാർക്ക് ഉയർത്തിയ പാട്ട് ഇതാണ്. ഇത് ഒരു 10 ദിവസം കൊണ്ട് ഒരു 7 ലക്ഷം ആൾക്കാർ കണ്ടു പാട്ട്. കണ്ടു ഈ ഒരു സോങ്. അപ്പൊ ഇതിന്റെ ഒക്കെ ക്യാഷൊക്കെ ചിലവാക്കി. ഇതിന്റെ പേയ്മെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള ഒരു ടീംസ് ഉണ്ടായിരുന്നു, അവരെന്നാണ്. കാരണം അതിന് ഞാൻ വേറൊരു ചാനലായിട്ട് പാർട്ണർഷിപ്പ് ആയിരുന്നു, യൂട്യൂബ് ചാനലായിട്ട്. പിന്നെ നമ്മൾ സ്വന്തം ഐഡന്റിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ബ്രൈറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ പിന്നെ ക്രിയേറ്റ് ചെയ്തത്. അത് 2018 ചാനലായിട്ട് രജിസ്റ്റർ ആവുന്നത്. അതിന് മുമ്പേ ഇതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തു. എൻ്റെ പഴയ പാട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അത് റീച്ച് ആവുമല്ലോ എന്ന് ഞാൻ സ്വയം വിലയിരുത്തി. അത് റീച്ച് ആവുന്ന കണ്ടപ്പോഴാണ് ഈ ഒരു പുതിയ സോങ് പിന്നെ ക്യാഷ് ചിലവാക്കിയിട്ട് തിരിച്ചു കിട്ടുമോ? അതെ കിട്ടൂലേ എന്നൊരു സംശയം. തീർച്ചയായും. അപ്പോൾ ഈ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിയപ്പോൾ പുതിയ ആളുകളും പിന്നിൽ കൂടി. തീർച്ചയായിട്ടും പുതിയ പ്രേക്ഷകർ അതിൽ നമ്മളെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ചാനലാകുമ്പോൾ നമ്മളുടെ ടേസ്റ്റിനുള്ള പാട്ടുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ പണ്ട് നമ്മളിപ്പോ ഒരു ചാനലിൽ ഒരുപാട് ഗായകന്മാരുണ്ടാവും. അപ്പൊ അത് ഇപ്പം അജ്മലിന്റെ പാട്ടാണെങ്കിൽ അജ്മലിന്റെ പാട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ, സജീറിന്റെ ആണെങ്കിൽ സജീറിന്റെ ഫോളോ ചെയ്യുന്ന ആളുകൾ. അപ്പം ഓരോ ആളുകൾക്ക് ആ ടേസ്റ്റിനുള്ള ആൾക്കാരെ നമുക്ക് ഫോളോവേഴ്സ് ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ, ആളുകളുടെ ഇടയിൽ അവസരം നമുക്ക് കൂടുതലാണ്. പഴയത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അവസരങ്ങളും കൂടുന്നുണ്ട്. ഇപ്പോഴും ഈ പെൺകുട്ടികളുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നില്ലേ? ഇല്ല. ഇപ്പം ഒരു 5 ദിവസം മുമ്പ് ഇറങ്ങിയ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പൊക്കെ ഇപ്പം അങ്ങനെ അഭിനയം കുറവാണ്. ഇപ്പോൾ പാട്ട് പാടുന്ന സീന് സെപ്പറേറ്റ് ആയിട്ട്, ലിപ്പ് കൊടുക്കുന്ന സീന് മൈക്കൊക്കെ വെച്ചിട്ട് വേറെ കൊടുക്കും, ഓർക്കസ്ട്ര ടീം ഉണ്ടാവും, സ്റ്റോറി സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോവാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അഭിനയത്തിന്റെ പോർഷൻസ് വളരെ കുറവാണ്. പേടി കുടുങ്ങിയിട്ടാണോ പിന്നോട്ട് മാറിയത്? പേടി കുടുങ്ങിയിട്ടല്ല, ഞാൻ അതിന്റെ ട്രെൻഡിങ് ഒന്ന് മാറുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ട്രെൻഡിങ് ഒന്ന് മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തത്. അങ്ങനെ ചെയ്ത. പക്ഷെ പറയുന്നവരുടെ പിന്നെ പേടി കുടുങ്ങിയിട്ടൊന്നുമല്ല. 5 ദിവസം മുമ്പ് റിലീസ് ചെയ്ത പാട്ടിൽ ഞാൻ നായിക മാത്രമേ ഉണ്ടല്ലോ. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ചിലത് അഭിനയിക്കണം എന്ന് തോന്നിയതുകൊണ്ട് അഭിനയിച്ചെന്നേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ളതിലൊക്കെ സ്റ്റോറി ബേസിൽ നമ്മൾ അത് എന്താന്ന് പറഞ്ഞാല് അവർ പറയുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ പിന്മാറാൻ പാടില്ല. അയ്യോ, അങ്ങനെ ഒരിക്കലില്ല. അങ്ങനെ പറ്റൂല. ഇല്ല. പിന്മാറി കഴിഞ്ഞാൽ അത് അവർ പറച്ചിൽ കൂട്ടും. തീർച്ചയായിട്ടും. പിന്നെ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും വേണം. അതെ. അവർ പറഞ്ഞുകൊണ്ടേ ഇരുന്നില്ലുള്ള പ്രശ്നം എന്താണെന്ന് അറിയും, നമ്മൾ മടിയന്മാരാവും. അതെ. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, മനസ്സിൽ ആ വികാരം ആണ് പാട്ടായി വന്നതെന്ന് പറഞ്ഞില്ലേ? ആ വികാരം പാട്ടായി വരുമ്പോൾ ഏതൊരു പ്രസ്ഥാനവും ഏതൊരു വ്യക്തിയും എതിർപ്പുകളിൽ കൂടി വളർന്നിട്ടുള്ളൂ. അതെ, ശരിയാണ്. അല്ലേ? തീർച്ചയായിട്ടും. നീ ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യവും നന്നെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ അലസനാവും. അതെ, ശരിയാണ്. മടിയനാവും. അതെ. പിന്നെ പാട്ട് എഴുതൂല. പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു പാട്ട് ഞാൻ ഒരുപാടെണ്ണം എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് മാത്രം ഞാൻ ഞാൻ പാടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈസൽ പൊന്നാണ്. ഇവിടെ മില്ലേനിയത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൈതപ്രം സാർ എഴുതിയിട്ടുണ്ട്. കൈതപ്രം സാർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്.
കൈതപ്രത്തിന് ട്യൂണ് കൊടുക്കുകയും കൈതപ്രം നമ്മൾ ടൂൺ ഇടുന്നത് ഞാനും ഷിബുവേട്ടനും കൂടിയിട്ടാണ്. അപ്പോൾ ഷിബു എഴുതി സുകുമാരൻ വാങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള. ടൂണ് കൊടുത്തിട്ട് ഇവരൊക്കെ പാട്ടൊക്കെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇവർ എഴുതിയിട്ട് നമുക്ക് അയച്ചു. അത് കിട്ടും 1 മണിക്കൂർ കൊണ്ടൊക്കെ എഴുതാം. അപ്പം അങ്ങനെ ഒരു കുറച്ചും കൂടെ ഫൈസൽക്ക് കുറച്ചും കൂടെ സെറ്റാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വരികൾ ഇപ്പം ഞാൻ ഫൈസൽക്ക് അല്ലാതെ വേറൊരാൾക്ക് നമ്മൾ ടൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത സമയത്ത് അത് നമ്മൾ പറയുന്ന ആ ടൂൺ അനുസരിച്ച് അവരത് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ചില കെമിസ്ട്രി വർക്കൗട്ട് ആവാന്ന് പറയുന്നത് മീറ്റർ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. മീറ്റർ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും പ്രേക്ഷകർക്ക് ഇന്നത്തെ യുവതലമുറൻ്റെ ആളാണല്ലോ നീ. അതെ. അപ്പം നല്ലൊരു പാട്ട് ഏതെങ്കിലും ഒന്ന് സൂപ്പർ ഹിറ്റ് ആയതൊന്ന് ഒരു പല്ലവിയും അനവല്ലിയും പാടും. ഒരു 30 ലക്ഷം വ്യൂസ് ഉള്ള നിറമിഴികൾ തുളുമ്പി നിന്നോർമകൾ കരികിൽ കരിമുകിലറിയാതെ നിൽക്കും കനവിന്നിളം തണലിൽ കടലലകൾ ആർത്തിരമ്പും കരളിനകം കൂരിരുളിൽ നീയില്ലേ അഴലായി മോഹം തിരില്ലേ കനലായുള്ളം മഴല്ലേ നിമല്ലേ മഴനൂൽ കിനാവിലായി നിറമിഴികൾ തുളുമ്പി നിന്നോർമകൾ കരികിൽ കരിമുകിലറിയാതെ നിൽക്കും കനവിന്നിളം തണലിൽ. ഇത് ഫൈസൽക്ക് എഴുതിയിട്ടുള്ള പാട്ടാണ്. ഞാനും ഷിബുവേട്ടനും ട്യൂൺ ചെയ്തിട്ടുണ്ട്. ട്യൂൺ ചെയ്ത് നീ തന്നെ? ഞാനും ഷിബു സുകുമാരൻ എന്ന് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും കൂടെ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല പഠിച്ചിട്ടില്ല. സംഗീതം പഠിക്കാതെ തന്നെ നല്ല ട്യൂണ് മനസ്സിൽ സംഗീതം ഉണ്ട്. അതെ. മനസ്സിൽ സംഗീതം ഇല്ലാത്തൊരു ട്യൂണ് വരില്ല. അതെ, ശരിയാണ്. അതെ. വരുമോ? ഇല്ല വരില്ല. ഇപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എതിർത്ത ആളുകൾ എന്ത് പറയുന്നു? ഇപ്പോൾ എതിർത്ത ആളുകളൊക്കെ എന്താ പറയുക, നമ്മളുടെ ഫോളോവേഴ്സായി മാറി. എതിർത്ത ആളുകൾ തെരഞ്ഞെടുപ്പിൽ നീ വിജയിച്ചു. കാരണം ഞാൻ ഒരു 2 വർഷത്തെ ഞാൻ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചാലിയത്തുണ്ടാകുമ്പോഴേ പാട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ യൂട്യൂബൊക്കെ ചാലിയത്തുള്ള സമയത്താണ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആളുകളൊക്കെ നല്ല പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2020 ആയപ്പോൾ ഞാനത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഞാൻ വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ഞാൻ ഫാദറിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റായി. വർഷം കറക്റ്റ് ഓർമ്മയില്ല, ഒരു 4 വർഷമാവും ഏകദേശം. അങ്ങനെ ഫാദറിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റായി. അതിനുശേഷം ഞാനൊരു 2 വർഷം ഫുൾ ഒരു ഒബ്സർവേഷനിലായിരുന്നു. കാരണം നമ്മൾ പണ്ടത്തെ സ്റ്റൈല് പാട്ടുകൾ തന്നെ പാടുക, അതുപോലെ അധികം ഈ ചുരുക്കി പറഞ്ഞാൽ മുത്തും പൊന്നും ഇതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളതുകൊണ്ട് ഒരു 2 വർഷത്തെ ബ്രേക്ക് എടുത്തു. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് കുറച്ചൊക്കെ അത്യാവശ്യം പഠിക്കാൻ തുടങ്ങിയ. പഠിക്കാന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ. നമ്മളിപ്പം ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കണ്ടിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക, ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യുന്നതൊക്കെ ലൈവ് അല്ലാതെ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ലൈവിലേക്ക് വരണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ പാട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതും. അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ 10 ലക്ഷത്തിൻ്റെ മുകളിൽ എല്ലാ പാട്ടും. അപ്പോൾ ഇപ്പം 3 ദിവസമായി ഒരു പാട്ട് ഇറങ്ങിയിട്ട് അത് 5 ലക്ഷം ക്രോസ് ആയി. കണ്ടു. 5 ലക്ഷത്തിന് മുകളിലായി അതിങ്ങനെ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒക്കെ ലൈവായിട്ടാണ് ചെയ്യുന്നത്. ഹെവി എക്സ്പെൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഷൂട്ടായാലും ക്വാളിറ്റി ബേസ് ഒക്കെ സാധാരണ നമ്മളുടെ ആൽബം പാട്ടുകളിൽ കുറച്ചും കൂടെ വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ ആയി. അപ്പം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അതിൽ നിന്നീലമികൾ എന്ന് പറഞ്ഞ പാട്ട് കഴിഞ്ഞു, മാനസമികൾ എന്ന് പറഞ്ഞ പാട്ട് ഞാനില്ലാതെ അതിൻ്റെ പ്രൊമോഷനൊക്കെ ചാലിയെന്നാണ് ചെയ്തത്. അവിടെ നമ്മൾ ഈ എതിർത്ത ആളുകളൊക്കെ അവരെ ഈ പോസ്റ്ററും കൊണ്ട് ഓരോ വീടുകളിലും ഇതിൻ്റെ ഓട്ടോലിൻ്റെ പിറകെയൊക്കെ ഒട്ടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിൽ ഒരുപാട് ഹാപ്പിനെസ്. എതിർത്തവരെയൊക്കെ നമ്മൾ പിറകിലേക്ക് കൂട്ടി എന്നുള്ളതാണ് എടുത്തത്. എന്നാലും എതിർക്കുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ അറിയാതെ നമ്മളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അല്ല, അതെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കില്ല. പാട്ടുകാരനല്ലെങ്കിലും പറയുമല്ലോ. അതെ, പാട്ടുകാരനായതുകൊണ്ട് ഇവർക്ക് കുറച്ചുകൂടെ ഹരം കൂടുതൽ. അത് ഹരം കൂടുന്നു മാത്രമേ. അത് ഏറ്റവും കൂടുതൽ പറയുന്നത് ചാലിയത്തുനിന്നായിരിക്കും. കാരണം അത് നമ്മൾ എന്താ പറയാ, നമ്മുടെ ശത്രുക്കളായിട്ട് തന്നെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ അവർ ചെയ്തു. അതുപോലെ തന്നെ പല കുറ്റങ്ങൾ എനിക്ക് എന്തൊക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ പാട്ട് ബേസ് ചെയ്തിട്ടുണ്ട് പല രീതിയിലൊക്കെ അവർ സംസാരിച്ചു. നമ്മളുടെ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ കൂടുതൽ ശത്രുക്കൾ കൂടും. സ്വാഭാവികമായിട്ടും കൂടും. അപ്പൊ നമ്മൾക്ക് വ്യൂവേഴ്സ് കൂടും. അതെ, വ്യൂവേഴ്സ് നമ്മളുടെ ഈ പരിപാടിക്ക്. അതെ തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ വിമർശനം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ കാണണമെന്ന് വിചാരിക്കുക. അതെ തീർച്ചയായിട്ടും. ആളുകൾക്ക് നേരെ കാണാനല്ലല്ലോ ഇഷ്ടം, ഒളിച്ചു കാണാനാണല്ലോ. അതെ, ആളുകൾ അങ്ങനെ തന്നെ. അത്രേ ഉള്ളൂ. അല്ലേ? അല്ല, നമ്മൾ നേരിട്ട് പോകുമ്പോൾ ഈ ആളുകളൊക്കെ നമ്മളോട് ഒന്നും പറയാനൊന്നും നിൽക്കില്ല. വേറെ ആരെങ്കിലും പോകുമ്പോഴായിരിക്കും ചിലപ്പം അത് ഞാൻ വേറെ ആൾ മുഖാൻ നേരം അറിയും ചെയ്യും. ഇപ്പൊ ഇവരാരൊക്കെയാണ് എന്തൊക്കെ പറയുന്നത് നമുക്ക് കൃത്യം ധാരണ. ഞാൻ എന്താണ്, നമ്മളെന്താന്നുള്ളത് നമ്മളായിട്ട് സഹകരിക്കുന്ന ആളുകൾക്ക്. അല്ല, അതിൽ വേറെ പ്രശ്നം പറഞ്ഞുതരാം.
എൻ്റെ ഒരു ബാപ്പൻ്റെ ഒരു അനിയൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാതെ ബാപ്പനെ കുറേ പറയാലോ. അതെ അതെ കേൾക്ക പറഞ്ഞാലല്ലേ നമ്മൾ സമാധാനം പറയേണ്ടുള്ളൂ. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. കേശവദേവൻ്റെ ഒരു നോവൽ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതൊക്കെ നീ ഒരു ചെറുപ്പക്കാരന് ഒരു ചെറിയ എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ, നീ പ്രവാസിനെ അറിയുമെന്ന് പറഞ്ഞു. അതെ അതെ അറിയാം അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാണ്. കേശവദേവിൻ്റെ നോവൽ അവസാനിക്കുന്നത് ആ തെരുവിൽ കിടന്ന് ആ പട്ടി എപ്പോഴും ഓരിയിട്ടുകൊണ്ടേയിരുന്നു എന്നാ. അതെ അതെ നേരം വെളുക്കോളും ആ പട്ടി ഇങ്ങനെ ഓരിയിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മൾ പോവുകയേ ചെയ്യരുത്. അവരെ തിരുത്താനോ അവരെ നന്നാക്കാനോ ഒന്നും പോകരുത്. നമ്മളുടെ ജോലി ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മളുടെ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തുക. നീ പറഞ്ഞു 2014 വരെ നിന്നെ ആക്രമിച്ചു എന്ന്. ഞാൻ 970കളിലാണ് തുടങ്ങുന്നത്. ആ അക്രമം ഇന്നും ഉണ്ട്. നിർത്തിയിട്ടില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. എനിക്ക് 70 തുടങ്ങിയിട്ട് കൊല്ലം ഇത്രയും 50-53 കൊല്ലായി. ആ 53 കൊല്ലമായിട്ട് ആ അക്രമത്തിൻ്റെ എതിർപ്പിൻ്റെ ആ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ ഒരു ഗാനരചയിതാവ് അല്ലെങ്കിൽ ഒരു ഗാനമേള നടത്തുന്ന ആൾ അല്ലെങ്കിൽ ഒരു സംഗീതം ചെയ്യുന്ന ആളും ഒക്കെ എന്നുള്ള നിലക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും നിങ്ങൾ എവിടെയോ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അഹങ്കാരമല്ല, എന്നെ പടച്ചവനെ എത്തിച്ചിട്ടുണ്ട്. എവിടെ പറഞ്ഞാലും ഇപ്പോൾ ഇന്നത്തെ തലമുറക്ക് എൻ്റെ പാട്ട് പറഞ്ഞാൽ അറിയും, അറിയില്ലേ? എന്നാലും ബാപ്പു വെള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ അറിയും, പേരൊക്കെ ഞാൻ അറിയും. അറിയാത്ത ആൾക്കാർക്ക് എൻ്റെ പാട്ടറിയും. ഉമ്മാന്റെ കാലടിപ്പാടൊന്നും അറിയാത്ത ഒരൊറ്റ കുട്ടിയില്ല. അതേപോലത്തെ പിന്നെ രീതിയിലേക്ക് കൊണ്ട് നീ അജ്മൽ സഞ്ചരിക്കണം. സഞ്ചരിച്ചിട്ട് പുതിയ മേഖലകൾ കണ്ടെത്തണം. ഈ പാട്ടിന്റെ കാലം പോകുമ്പോൾ വേറെ പാട്ടിലേക്ക് നീങ്ങണം. അതെ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നീ ഇപ്പം പറഞ്ഞല്ലേ 2 വർഷം ഞാൻ ലീവ് എടുത്തു. അതേ ലീവ് എടുക്കൽ വേണോ? അത് സബരിയിൽപ്പെട്ടൊരു കാര്യം, അനിവാര്യമാണ്. എന്നിട്ട് ഏത് നമ്മൾ കണ്ടെത്തുന്നു എന്ന് തോന്നണം. ഉദാഹരണം, നെഞ്ചിനുള്ളിൽ തീയാണ്, അതൊരു ചരിത്രമായിരുന്നു. അതുവരെ കേട്ടതിൽ നിന്ന് വേറിട്ടിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ട് വന്നു. അത് നമ്മളുടെ മില്ലേനിയമാണ്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതിൽ മില്ലേനിയും അത് പാടിയ താജും അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തവരൊക്കെ എല്ലാവരും ഫേമസ് ആയി. അതേപോലുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ഒരു വലിയ മാപ്പിളപ്പാട്ടാണെന്ന് നമ്മൾ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു പ്രണയഗാനങ്ങളുടെ ഉദയമായിരുന്നു. പിന്നീട് വന്നിട്ട് കുറെ ചവറുകൾ വന്നു. തീർച്ചയായിട്ടും അതിപ്പോഴും നിർത്തിട്ടില്ല. അത് അങ്ങനെ പിന്നീട് നമുക്ക് സഹിച്ചുകൂടാത്ത പാട്ടുകൾ വന്നു. അപ്പോഴാണ് ഞാൻ കലിബാണ് ഗുളിയാണൊക്കെ ഇറക്കിയത്. കൊണ്ട് പാടിച്ച് നീ കേട്ടോ എന്ന് എനിക്കറിയില്ല. അത് ഒരു വിമർശന ബുദ്ധിയോടുകൂടി ഈ പാട്ടിൽ നിന്ന് മാറിപ്പോയപ്പോഴുള്ള ഒരു വിമർശനമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും ജനം കേട്ടു. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഈ പാട്ടുകാരെ ഇത് കൊണ്ടുവന്നവരെ നമ്മൾ വിമർശിച്ചതല്ലത്. ഈ വഴി മാറി സഞ്ചരിച്ചിട്ട് ചവറിലേക്ക് പോകുമ്പോഴുള്ള ഒരു വിമർശനം. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു സാഹിത്യം, ഘടന, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊന്നും അല്ലാത്ത രീതിയിൽ കുറെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പാടുക, കുട്ടികളുടെ പേര് മാത്രം വന്നു. തീർച്ചയായിട്ടും. പിന്നെ അത് ഒരു ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ക്യാമറ എടുക്കുക, ജസ്റ്റ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ഷൂട്ടിംഗ് കാണുന്നോണ്ട് ഡയറക്ടർ ആവും. അപ്പൊ ഈ രീതിയിലൊക്കെ കുറെ ചാനലുകളുണ്ട്. ഷൂട്ടിംഗ് കാണുന്ന ഡയറക്ടർ ആവും പറഞ്ഞാൽ ബാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാവും. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വരെ ഇതിന്റെ ഇടയിൽ വന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് പാട്ടുകളുടെ സിസ്റ്റം മാറ്റി, ടോണ് മാറ്റി, ഇതൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത്തരം ആളുകളോട് പറയാനുള്ള അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ ആൽബം എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മാത്രം ആലോചിച്ച് ചെയ്യുന്നവരുണ്ട് തമ്പ്. തീർച്ചയായിട്ടും. അങ്ങനെ നന്നായിട്ടില്ല എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുമുണ്ട്. ശരിയാണ്. അത് വിചാരിച്ച മാതിരി ആയില്ലല്ലോ. നിന്നോടിപ്പോൾ ഒരാൾ പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ അല്ലാത്ത നമ്മളെ അറിയപ്പെടാത്ത ഒരാൾ, ഇതിൻ്റെ മുമ്പ് കേട്ട പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും തോന്നിയില്ല, ആ ഒരു രീതിയിലേക്ക് ഉയർന്നില്ല എന്ന് പറഞ്ഞാൽ അജ്മലിനെന്ത് തോന്നും? അതെ, അടുത്ത പാട്ടിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തണം. അതല്ലേ നമ്മളുടെ വിജയം. വിമർശനം ക്രിയാത്മകമാണെങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളുക തന്നെ വേണം. അതെ, അല്ലാതെ നമ്മൾ വീണ്ടും അത് നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അവർ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. വേണ്ടേ? അത് നമ്മൾ എന്തായാലും ചെയ്യണം. ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ ഒരു 5 ദിവസം കൊണ്ട് ഒരു പാട്ട് റിലീസായിരുന്നു. അപ്പം അത്
സാധാരണ കേൾക്കുന്ന ഒരു ടോണല്ല അത്. ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെ ഒരു എന്നോട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പോലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതുപോലെ സാധാരണയുള്ള പാട്ടിൻ്റെ ഒരു എനർജി കിട്ടുന്നില്ല. അപ്പോൾ അത് വേറെ നമ്മളൊരു 30+, 35+ ഉള്ള ആളുകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു പാട്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത പാട്ട് വരുമ്പോൾ അതെല്ലാം ജനറലൈസ് ചെയ്തുള്ള ഒരു സംഭവം അടുത്ത് വരും. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണം. ചില സംഗതികൾ നമ്മൾ ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം ആളുകൾ ആരും ഒന്നും ചെയ്യൂലല്ലോ. അപ്പൊ എല്ലാവരും ഒക്കെ നല്ലതാവണം എന്ന് വിചാരിച്ചേ ചെയ്യുന്നു. അടുത്ത് ഇറങ്ങിയ ആ പാട്ട് ഏതാണ്? ഒന്ന് ഒരു 4 വരി ഒന്ന് നമുക്കൊന്ന്. അത് കാറ്റു വന്ന് കാതോർക്കണ്, ആറ്റുവഞ്ചിയുലഞ്ഞാടണ്, തഴുകിയുറങ്ങാൻ കരളില നീരാറ്റിൽ 100 ഓർമ്മകൾ തേങ്ങണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പക്ഷേ അതല്ലാതെ ഒരു മാപ്പിള സ്റ്റൈൽ ഒരു പാട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ റിലീസിങ് കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് പോകുന്നതാണ് തോന്നുന്നത്. അത് പെരുമാരിക്കടവോരം കുടനീർത്തും പെണ്ണാളെ, കരിനീല കണ്ണിലിത്തിരി സുറുമ വരച്ചൂടെ, ഇടിമിന്നൽ കാറ്റോരം ചിരി തീർത്തും കണ്ണാളെ, ഇടനെഞ്ചിൽ നീ എനിക്കൊരു ബഹർ നിറച്ചൂടെ, ഊതി പെയ്ത രാത്രിയിൽ പോരാമോ എൻ കൂരയിൽ, പാതിരാവ് റാന്തലിൽ തിരി താഴ്ത്തണ നേരത്ത്, കമറേ കമറേ ഇരുൾവാനിൽ തെളിവൊളിയേ, അകമേ അകമേ ചിരി നീയാം കണിമലരേ, കൽബിൽ കത്തുന്നേ കണ്ണിൽ കുത്തുന്നേ എൻ്റെ സുവർക്കം നീയല്ലേ. ഇത് ഞാനും ശിവേട്ടനും കൂടെ തയ്യാറാക്കിയിട്ടുള്ളൊരു സംഭവം. ഒരു മാപ്പിളപ്പാട്ടിന്റെ ഇതൊരു മാപ്പിള സ്റ്റൈൽ. അതെ അതെ, ഒരു മാപ്പിള സ്റ്റൈലാണ്. അതിപ്പോ ഉദാഹരണം ഈ അടുത്ത് നീ നേരത്തെ പറഞ്ഞില്ലേ സജീർ കൊപ്പത്തിന്റെ ഒരു പാട്ട്. അതെ, ഇതേപോലെ ഉണ്ട് ഒരു വന്നത് മാപ്പിളപ്പാട്ടാ. അതെ അതെ, തീർച്ചയായിട്ടും അത് ട്യൂണാന്ന് ഞാൻ പറയുന്നില്ല. അല്ല, നമ്മൾ ഇത് രണ്ടും ഒരേ സ്റ്റുഡിയോന്നാ ചെയ്യുന്നത്, രണ്ടും ചെയ്യുന്ന ഒരേ ആളുകളും. അപ്പൊ അതിന്റെ ഒരു നമ്മളെ രണ്ടാളെ പാട്ടുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ആദ്യം ചെയ്തു ഈ കൽബിൽ കത്തുന്നെന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ചെയ്തു, ഇത് റിലീസിങ് വൈകി. അപ്പോഴേക്ക് പിന്നെ സെജീന്റെ ആ പാട്ട് റിലീസായി. അപ്പോൾ അത് ഇനിയിപ്പം അത് റിലീസാകുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ആണ് എന്ന് പറയുന്നു വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വേറൊരു സോങ് റിലീസ് ചെയ്തത്. എന്നിട്ട് പിന്നെ അത് ചെയ്യുന്നില്ല. അതെ അതെ, അത് ഒരു മാപ്പിളപ്പാട്ടിന്റെ കോപ്പി പേസ്റ്റാ. അതെ അതാ ട്യൂണ് ഏതാണ്ട് കുറ്റം പറയല്ലോ കേട്ടോ. ശരി ശരി, ഒരു മാപ്പിളപ്പാട്ടിന്റെ റൂട്ടിലൂടെ, പഴയ കേട്ടൊരു മാപ്പിളപ്പാട്ടിന്റെ റൂട്ടിലൂടെ അതിങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കേട്ടു ആ പാട്ട്. ഇത് അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതും കുറ്റല്ല. അതെ അതെ, ശരിയാ ശരിയാ ശരിയാ. ഏത് പാട്ടും കേട്ട പാട്ടാണെന്ന് തോന്നുന്നതാ നല്ലത്. അതെ അതെ, ഒരു സാമ്യം ഉണ്ടാവും, ഒരു അല്ലല്ല, ഏത് പാട്ടും കേട്ട പാട്ടാന്ന് തോന്നുന്ന പാട്ടാണ് ഹിറ്റാകുക. ഒരു ഹിറ്റാവും. അതെ അതെ, തീർച്ചയായിട്ടും. അതെ, ഇത് എവിടുന്ന് ഒന്ന് കേട്ടോ, അതെ കേൾക്കണ്ട, കേട്ടു എന്ന് തോന്നിയാൽ മതി. അതെ, ഇതിനു മുമ്പ് ഇവിടെ കേട്ടൊരു ഓർമ്മ ഉണ്ടെന്ന്, അത് ഓർമ്മ ഉണ്ട് എന്ന് തോന്നിയാൽ അത് ഹിറ്റാണ്. അതെ, അതാണ് ഞാൻ ഇപ്പൊ സജീറിന്റെ ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇതിന്റെ മുമ്പ് ഇറങ്ങിയ പാട്ടിൽ നിന്ന് വിഭിന്നമായിട്ടൊരു പാട്ടാണ് ആ പാട്ട്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. പക്ഷെ ആ കേട്ട് എവിടുന്നോ ഒരു കേട്ടമായിട്ട് നമുക്ക് തോന്നുന്നു. അതെ, നമ്മൾ മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഒരു രീതി. മാപ്പിളപ്പാട്ട് അവൻ കോപ്പി അടിച്ചെന്നും ഞാൻ പറഞ്ഞില്ലട്ടോ. വിവാദത്തിൽ ഞാനില്ല. പക്ഷെ ആ കേട്ട പാട്ടായി തോന്നുമ്പോൾ ഹിറ്റാവും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പുതിയ തലമുറക്ക് വേണ്ട പാട്ടുകൾ ഒരുക്കിക്കൊണ്ട് ആണ് അജ്മലിന്റെ പോക്ക്. തീർച്ചയായിട്ടും. ഈ പോക്കിൽ തന്നെ ഇനി എന്തെന്ന് കൂടെ ചിന്തിക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. ഇതിൽ മാത്രം പിടിച്ചിരുന്നാൽ അടുത്ത കണ്ണു ചിമ്മി തുറക്കും സമയം കൊണ്ട് അടുത്ത ആളുകൾ കയറി. അല്ല, അടുത്ത ആളുകൾ കയറി, അടുത്ത പിന്നെ ട്രെൻഡുകൾ വരുന്ന കാലമാണ്. ശരിയാ ശരി, അടുത്ത പുതിയ ജനറേഷൻ പിടിച്ചു നിൽക്കാൻ നല്ലോണം പാടുപെടുന്നൊരു കാലം. ഞാനൊക്കെ വന്ന കാലത്ത് ഞാൻ തന്നെ ഉള്ളൂ. അതെ അതെ, അന്ന് വേറെ ആൾക്കാരില്ല. OM കരുവാരക്കുണ്ട്, ഞാനൊരു PT അബ്ദുറഹ്മാൻ, അങ്ങനെ കുറച്ച് ആളുകളുള്ളൂ. അതെ അതെ, ഇപ്പൊ 100 ആളുകളാ. അവരെ പിന്നെ കൈപിടിച്ച് കൊണ്ടുവരാനും 1000 ആളുകളാ. അതെ അതെ, തീർച്ചയായിട്ടും. ഇല്ലേ? ശരിയാണ്. അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ നല്ല പാടുപെടും. അതെ അതെ, ഞാനൊക്കെ ആ അഡ്രസ്സിൽ ഇപ്പോഴും നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പുതിയ സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരുന്നൊന്നുമില്ല. അതെ അതെ, പണ്ടത്തെ അഡ്രസ്സിൽ ഒരു ചരിത്രനാവും ആ പേരില്. ആ പേരിൽ നിൽക്കുക. അതേപോലുള്ള ഒരു പേരിൽ അജ്മൽ നിൽക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഉമ്മയുടെ മനസ്സെന്തായിരുന്നു? ഉമ്മയുടെ ഉപ്പൻ്റെ ഒക്കെ? ഉമ്മയുടെ ഉപ്പൻ്റെ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മാറ്റങ്ങളൊക്കെ വന്നത് ഉപ്പൻ്റെ അടുത്ത് വന്നതിന് ശേഷം.
അപ്പോൾ അവിടെ നിന്ന് ഉപ്പൻ്റെ അടുത്ത് വന്നതിന് ശേഷം എനിക്ക് 2 ഘട്ടമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിനെ തരംതിരിച്ചു കഴിഞ്ഞാൽ ഉപ്പൻ്റെ അടുത്ത് വന്നതിന് ശേഷം കൂടുതൽ ഗ്രോത്ത് കൂടുതലായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇപ്പം പാട്ടുകളിൽ ജീവിതത്തിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടല്ലേ? അതെ ഉപ്പൻ്റെ അടുത്തുണ്ടല്ലേ? ആ ഉണ്ട്. അപ്പം പിന്നെ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. അതെ തീർച്ചയായിട്ടും. അതെ അവിടെ ബിസിനസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഫാമിലി ആയിട്ട് അവിടെ ഒരു ബാക്കപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മളിപ്പം പണിയെടുത്തിട്ടില്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു വക എന്തായാലും അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. അതെ അതെ. അപ്പൊ അതുകൊണ്ട് വലിയ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഫ്രീലാൻസ് കൂടുതൽ സമയം എടുത്ത് വേറെ ടെൻഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ പണിയെടുക്കാം. പറ്റൂല ബുദ്ധിമുട്ട് കൊണ്ട്. ചാലിയത്താകുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ട്യൂഷൻ സെന്റർ ഒക്കെ നടത്തിയിട്ടാണ്. അപ്പം ഈ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്യൂഷൻ സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നടത്തിയിട്ടാണ് ജീവിച്ചു പോയത്. അതൊരു അനുഭവമാണ് കേട്ടോ. തീർച്ചയായിട്ടും. അതൊക്കെ നല്ല, ഞാനൊന്നും മോശമായിട്ട് പറയല്ല, അതൊക്കെ നല്ല അനുഭവം തന്നെയാണ്. അപ്പം ഉമ്മൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറേ എന്താ പറയുക, ഒരു ഇപ്പം പാട്ടുകളൊക്കെ ആയാലും വേറൊരു ട്രാക്കായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറച്ചും കൂടെ എല്ലാ ജീവിതത്തിലെല്ലാ രീതിയിലും കൂടുതൽ അനുഗ്രഹങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഉമ്മനെ കാണാൻ വേണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അവരുടെ ഒക്കെ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിലോ ഇത് ദൈവികമാണ് ഈ സാധനം. തീർച്ചയായിട്ടും. അതെ. അപ്പൊ അവരുടെ പൊരുത്തവും കൂടെ അതെ ഒന്നിച്ച് സഞ്ചരിച്ചെങ്കിലോ ഈ ദൈവം നമ്മളുടെ കൂടെ സഞ്ചരിക്കുള്ളൂ. അതെ. കല എന്ന് പറഞ്ഞാൽ ദൈവികമാണ്. ഇപ്പം നീ ഒരു വരി എഴുതാൻ ഇരുന്നിട്ട് നിന്റെ മനസ്സിലേക്ക് അത് ഊർന്നിറങ്ങിയിട്ടില്ലെങ്കിൽ, വഹീ പോലെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ, ദൂത് പോലെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു വരി എഴുതാൻ കഴിയില്ല. ശരിയാണ്. ഒരു വരി പാടാനും കഴിയില്ല. അതെ സത്യമാണ്. ഇത് നമ്മൾ പാട്ട് പരിപോഷിപ്പിക്കാനും പഠിക്കാനും പറ്റും. പാട്ടിന്റെ സാഹിത്യം തീർച്ചയായിട്ടും. പക്ഷേ ഇത് വരണമെങ്കിൽ നമ്മൾ ആ ഒരു ദൈവികം തന്നെ വേണം. അത്രേ ഉള്ളൂ. വേണ്ടേ? അത് വേണമെങ്കിൽ ഇവിടെയുള്ള ദൈവത്തിന്റെ രണ്ടാളുകളും കൂടെ സഞ്ചരിക്കണം. ഞാൻ ഇത് പ്രേക്ഷകരോട് ഇപ്പം ഇത് കാണുന്ന ആളുകൾ ഒരുപക്ഷെ ഇതിന്റെ പ്രേക്ഷകർ ശാരീരത്തൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പം ഞാനത് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും അങ്ങനെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് 2 വ്യക്തികളിൽ നിന്നാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം എനിക്ക് ഒരിക്കലും എൻ്റെ ഉപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ എനിക്ക് ജീവിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല. ഒന്നിച്ച് ജീവിക്കാം. പക്ഷെ ഇപ്പം എനിക്ക് ഉപ്പുള്ള സമയത്ത് ഉമ്മ ഉണ്ടായിട്ടില്ല, ഉമ്മുള്ള സമയത്ത് ഉപ്പ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ അവസ്ഥ. വലിയൊരു സങ്കടം. അതെ തീർച്ചയായിട്ടും. നമുക്ക് ആ രണ്ട് പാട്ട് വരട്ടെ അടുത്ത്. അങ്ങനെ ഒരു പാട്ട് വരട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് അത് ഞാൻ അതുകൊണ്ട് ഉപ്പൻ്റെ ഇപ്പോൾ നമുക്ക് കുറച്ച് അവരെ കൂടെ ജീവിക്കുന്നു, നല്ല രീതിയിലുള്ള ഡീലിങ് നടക്കുന്നു. ഉമ്മൻ്റെ കൂടെ നമുക്ക് നിൽക്കുന്ന സമയത്തും അവർ ഡീൽ ചെയ്ത സമയത്ത് എല്ലാവരും നന്നായിരുന്നു. പക്ഷെ അത് ആത്യന്തികമായിട്ട് എനിക്ക് എൻ്റെ പേരിലൊരു ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ള, എനിക്ക് ജീവിതത്തിൽ നമുക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഓപ്പണായിട്ട് എനിക്ക് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പം ഞാൻ ഒരു കാറുണ്ടായിരുന്നു, അത് എൻ്റെ പേരിലുള്ളൊരു കാറായിരുന്നു. അപ്പോൾ ആ കാറ് കള്ളക്കേസ്, ഞാൻ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കേസ് കൊടുത്തിട്ട്, നീ മോഷ്ടിച്ചു? ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം ഉമ്മ എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിട്ട് ആ വണ്ടി സ്റ്റേഷൻ മുഖാന്തരം എടുത്തു കൊടുത്തു. ഞാനാണ് വണ്ടി റിസീവ് ചെയ്തതെന്നും ഞാനാണ് അതിൻ്റെ ഓണറെന്ന് എനിക്ക് സ്റ്റേഷനിൽ തെളിയിക്കാൻ പറ്റി. ആത്യന്തികമായിട്ട് RC ഓണർ ആരാണ്? എൻ്റെ ഉമ്മാണ്. ഞാൻ വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, ഉമ്മൻ്റെ പേരിൽ ആ വണ്ടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തൊരു സംഭവമാണ്. അത് വേറെ രീതിയിൽ എനിക്ക് തിരിച്ചടച്ചു. ഞാൻ അന്ന് വളരെ പൂജ്യമായിട്ട് ആ വണ്ടി, നമ്മളൊരു ഒരുപാട് ഓർമ്മകളുള്ളൊരു വണ്ടിയായിരുന്നു അത്. ഞാൻ ട്യൂഷൻ സെൻ്ററിൽ ക്ലാസ് എടുക്കുന്നത് കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ പാട്ട് ചെയ്യുന്ന കുറേ സംഗതികളിലൊക്കെ പണ്ട് പാട്ട് ചെയ്ത സമയത്തൊക്കെ നമ്മൾ ടൂർ വരെ പോയിട്ടുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ട സമയത്ത് ഭയങ്കര ഫീലായി. പക്ഷെ അത് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് വാഹന സൗകര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വേറെ രീതിയിൽ പോയി വേറെ രീതിയിൽ കിട്ടി. അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ അവരെന്നെ കോണ്ടാക്ട് ചെയ്തു, വീട്ടിൽ നിന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ ഈ പാട്ടും കാര്യങ്ങളും വീണ്ടും തുടങ്ങിയ സമയത്താണ് എനിക്കൊരു കോണ്ടാക്ട്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ പറയണ്ട. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് ഞാൻ അവിടെ പിന്നെ ഒന്ന് സ്റ്റിൽ ചെയ്ത് വെച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ എന്താ പറയുക പിന്നെ എനിക്ക് തോന്നി, പിന്നെ ഒരുപാട് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഒന്ന് ഉമ്മാണ് എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോകാൻ തയ്യാറായി. എൻ്റെ കുടുംബത്തിലുള്ളൊരു ഉമ്മൻ്റെ ഒരു അകന്നൊരു സഹോദരനുണ്ട്, അവരെ വിളിച്ചു. എൻ്റെ അയൽവാസിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, ചാലിയത്തുള്ള. അതുപോലെ ഞാൻ മില്ലിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ചാലിയത്ത് അവിടെ ഉമ്പിച്ചാജി സ്കൂളിൻ്റെ ബാക്ക് സൈഡ്, മുൻപത്തെ പള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അവിടെ പോയി, ഉമ്മനെ കാണാൻ പോയി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മാസം മുമ്പ് ഞാൻ അവരെ കാണാൻ പോയ സമയത്ത് ഉമ്മൻ്റെ ഉമ്മയാണ് വീടിൻ്റെ പുറത്തേക്ക് വന്നത്. അവർ എന്നെ കാണാൻ എനിക്ക് അവിടെ ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
അപ്പം ഒരു മകൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ക്ഷമിച്ചിട്ട് ഞാൻ പോയതല്ല. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താണ്, എന്തായാലും ഒരുമിച്ച് അവരെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. കാരണം നമുക്കൊരു ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും തീർച്ചയായിട്ടും ഒരു പൈസ ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് അവരെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് ഞാൻ പോയത്. പക്ഷെ ഒരിക്കലും അത് അവർ ആ ഒരു കഥക് തുറന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തതൊന്നും ഞാനല്ല. ഒരാളുടെ സ്വഭാവം കൊണ്ടാണ് നമ്മൾ ഒരാളെ ചടച്ചു പോകുന്നത്. ദൈവം പറയുന്നത്, പടച്ചവൻ പറയുന്നത്, അല്ലെങ്കിൽ ഖുർആനിൽ മക്കൾ ചെയ്യേണ്ട ഒരുപാട് കടമകളുണ്ട്. അതുപോലെ മക്കൾക്ക് വേണ്ടി ചെയ്യപ്പെടേണ്ട കടമകളും ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കടമകൾ അവർ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ കടമകൾ ഞാൻ തിരിച്ചു ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒരു കടമകളില്ല, നമ്മൾ അങ്ങോട്ട് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യം. ഈ എപ്പിസോഡ് കണ്ടാൽ പിന്നെ ഉമ്മയും മകനുമായിട്ടുള്ള ഒരു വാതിൽ അവിടെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോട് സംവദിച്ച് യുവാക്കളുടെ ഹരമായി മാറിയ അജ്മലിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.